ഒരിടത്തൊരിടത്തൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 12 പെൺകുട്ടികളുണ്ടായിരുന്നു. 12 രാജകുമാരിമാർ. ഒന്നിനൊന്ന് മികച്ച സുന്ദരിമാരായിരുന്നു ആ 12 പേരും. എല്ലാവരും ചെറുപ്പക്കാരികൾ. അങ്ങനെയിരിക്കെ രാജാവ് അവരെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അത് രാജാവിന്റെ അറിവിലെത്തുന്നത്. രാജകുമാരിമാർ എല്ലാവരും രാത്രികളിൽ നൃത്തം ചെയ്യുന്നു എന്ന വസ്തുത. പക്ഷെ ആ കോട്ടയിൽ ആർക്കും അറിയില്ലായിരുന്നു അവർ എവിടെ ചെന്നാണ് നൃത്തം ചെയ്യുന്നതെന്ന്. രാജാവ് വല്ലാതെ ദുഃഖിച്ചു. അയാൾ കോട്ടയുടെ വാതിലുകളെല്ലാം അടച്ചുപൂട്ടി. കുമാരിമാർ കോട്ടയ്ക്ക് പുറത്തു പോകുന്നത് ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടു. പ്രഭാതങ്ങളിൽ കുമാരിമാരുടെ പാദരക്ഷകളിൽ നൃത്തം ചെയ്തതിന്റെ അടയാളങ്ങൾ അദ്ദേഹം കണ്ടു. പരിഭ്രാന്തനായ രാജാവ് വൈകാതെ തന്നെ ഒരു വിളംബരം നടത്തി. രാജകുമാരിമാരുടെ നൃത്തത്തിന്റെ രഹസ്യം കണ്ടെത്തുന്നത് ആരായിരുന്നാലും അയാൾക്ക് കുമാരിമാരിൽ ഒരാളെ വിവാഹം ചെയ്യാം. ഒപ്പം എന്റെ മരണശേഷം രാജ്യത്തിന്റെ കിരീടാവകാശം അയാൾക്കായിരിക്കും. അതേസമയം 3 രാത്രികൾക്കുള്ളിൽ അത് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടാൽ അവരുടെ ജീവിതം അതോടെ അവസാനിക്കും. വാർത്ത കൊടുങ്കാറ്റ് പോലെ പടർന്നു. ഉടനടി ഒരു രാജകുമാരൻ കുമാരിമാരുടെ നൃത്തത്തിന്റെ രഹസ്യം കണ്ടെത്താൻ മുന്നോട്ട് വന്നു. ഞാൻ നിങ്ങളുടെ അയൽ രാജ്യത്തെ രാജകുമാരനാണ്. രാജകുമാരിമാരുടെ നൃത്തത്തിന്റെ രഹസ്യം കണ്ടെത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ രാജകുമാരനെ രാജാവ് ഹൃദ്യമായി സ്വീകരിച്ചു. അത്താഴ വിരുന്നിനു ശേഷം രാജകുമാരന് തയ്യാറാക്കിയ മുറിയിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെട്ടു. രാജകുമാരിമാരുടെ കിടപ്പറയുടെ തൊട്ടരികിൽ തന്നെയായിരുന്നു ആ മുറിയും. അതാവട്ടെ ഇടനാഴിയോട് ചേർന്നു നിൽക്കുന്നതായിരുന്നു. എളുപ്പത്തിൽ രാജകുമാരിമാരുടെ നീക്കങ്ങൾ കാണാൻ വേണ്ടി അവർ എവിടെയാണ് നൃത്തത്തിന് പോകുന്നതെന്ന് അറിയണമല്ലോ. രാജകുമാരിമാരുടെ അറയുടെ വാതിൽ തുറക്കപ്പെട്ടു. ഈ സമയം രാജകുമാരൻ തന്റെ മുറിയിലായിരുന്നു. 2 കുമാരിമാർ അവിടേക്ക് വന്ന് ഒരു ഗ്ലാസ് വീഞ്ഞ് അദ്ദേഹത്തിന് നൽകി. അതിൽ അല്പം കുടിച്ച ശേഷം അദ്ദേഹം രാജകുമാരിമാരെ നിരീക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു തളർച്ച. അല്പം ഇരുന്ന രാജകുമാരൻ പെട്ടെന്ന് തന്നെ കിടക്കയിലേക്ക് ചാഞ്ഞു. പിറ്റേന്ന് ഉറക്കമുണർന്ന രാജകുമാരൻ നോക്കുമ്പോൾ കുമാരിമാരുടെ പാദുകങ്ങളിൽ അടയാളങ്ങൾ കണ്ടു. അതെ, അവർ ഇന്നലെ രാത്രിയും നൃത്തം ചെയ്തിരിക്കുന്നു. അടുത്ത 2 രാത്രികളിലും ഇത് ആവർത്തിച്ചു. 4-ാം നാൾ രാജാവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കുമാരന് കഴിഞ്ഞില്ല. അതിനാൽ യാതൊരു ദയയുമില്ലാതെ രാജാവ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അതിനുശേഷം ഒരുപാട് യുവാക്കൾ കുമാരിമാരുടെ നൃത്തരഹസ്യം കണ്ടെത്താൻ മുന്നോട്ട് വന്നു. പക്ഷെ അവരെല്ലാം ഇതേ കാരണത്താൽ ദയനീയമായി പരാജയപ്പെട്ടു. രാജാവ് അവരെയും ഒന്നൊന്നായി കൊല്ലുകയുണ്ടായി. അവരെ കൊല്ലുന്നതിൽ രാജാവിനൊട്ടും സന്തോഷമുണ്ടായിരുന്നില്ല. അദ്ദേഹം ദുഃഖിതനായി തന്നെ തുടർന്നു. കാരണം ആ രഹസ്യത്തിന്റെ ഉത്തരം ഇനിയും ലഭിച്ചില്ലല്ലോ. ആ രാജ്യത്ത് ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. പരിക്കേറ്റത് കാരണം പട്ടാളത്തിൽ നിന്നും വിട്ടുപോന്നതായിരുന്നു അയാൾ. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അയാൾക്ക് വലിയ മടുപ്പ് തോന്നി. പട്ടാളക്കാരൻ രാജാവിന്റെ നഗരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. നഗരവീഥിയിലൂടെ നടക്കുമ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീ വേച്ചു വീഴുന്നത് കണ്ടു. ഉടനെ ആ നല്ല മനുഷ്യൻ വൃദ്ധയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അയാളോട് നന്ദി പറഞ്ഞ വൃദ്ധ ചോദിച്ചു, നീ എവിടേക്കാ പോകുന്നത്? എനിക്കറിയില്ല. രാജാവിന്റെ നഗരത്തിലേക്ക് പോവാൻ കരുതിയാ ഇറങ്ങിയത്. ഓ, രാജകുമാരിമാർക്ക് വേണ്ടിയോ? ഹേയ്, ഞാൻ പറഞ്ഞതും കുമാരിമാരുമായിട്ട് എന്ത് ബന്ധം? നീ രാജാവിന്റെ വിളംബരം ഇനിയും കേട്ടില്ലേ? ഓ, അത് ഞാൻ കേട്ടിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് അക്കാര്യത്തിന് ഞാൻ പോയാൽ എന്റെ ജീവിതം അതോടെ തീരുമെന്നാ. എത്രയോ പേർ ഇതിനകം മരിച്ചു വീണിരിക്കുന്നു. കിടക്കുന്നതിനു മുൻപ് അവർ തരുന്ന വീഞ്ഞ് നീ ഒരിക്കലും കുടിക്കരുത്. കുടിച്ചാൽ നീ ഉറങ്ങിപ്പോകും. ഇതും പറഞ്ഞ് വൃദ്ധ പട്ടാളക്കാരന് ഒരു മേലങ്കി സമ്മാനിച്ചു. ഈ മേലങ്കി അണിഞ്ഞാൽ നിന്നെ ആർക്കും കാണാനാവില്ല. കുമാരിമാരുടെ നൃത്തത്തിന്റെ രഹസ്യം കണ്ടെത്താൻ ഇത് നിന്നെ സഹായിക്കും. വൃദ്ധയോട് നന്ദി പറഞ്ഞ അയാൾ ഒട്ടും വൈകാതെ രാജാവിന്റെ കോട്ടയിലേക്ക് യാത്ര പുറപ്പെട്ടു. അദ്ദേഹം അയാളെ സ്വീകരിച്ചു. മറ്റെല്ലാവരെയും പരിചരിച്ച പോലെ അദ്ദേഹത്തെയും പരിചരിച്ചു. വൈകുന്നേരം അയാൾക്ക് അനുവദിച്ച മുറിയിലേക്ക് കൊണ്ടുപോയി. കുമാരിമാരുടെ മുറികൾക്ക് തൊട്ടടുത്തായിരുന്നു അത്. അല്പസമയത്തിനു ശേഷം കുമാരിമാരിൽ മൂത്തയാൾ ഒരു കപ്പ് വീഞ്ഞുമായി അയാളെ സമീപിച്ചു. നമസ്കാരം രാജകുമാരി. നമസ്കാരം. ഞാൻ അല്പം വീഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ പാനീയം സ്വീകരിക്കൂ. പട്ടാളക്കാരന് അതേക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. അയാൾ മുഴുവൻ വീഞ്ഞും ഒറ്റ വലിക്ക് വായ്ക്കകത്താക്കി. പക്ഷെ ഇറക്കിയില്ല. അദ്ദേഹം നാവിനടിയിൽ ഒരു സ്പോഞ്ച് ഒളിപ്പിച്ചു വെച്ചിരുന്നു. കുമാരി തിരികെ പോയപ്പോൾ അയാൾ ആ സ്പോഞ്ച് എടുത്തു കളഞ്ഞു. പിന്നീട് ഉറങ്ങുന്നത് പോലെ കിടന്നു. പട്ടാളക്കാരൻ ഉറക്കമാണെന്ന് കരുതി രാജകുമാരിമാർക്ക് സന്തോഷമായി.
ഉടൻ തന്നെ നൃത്തത്തിന് പോവാൻ വസ്ത്രങ്ങൾ ധരിച്ച് അവർ തയ്യാറായി. മുതിർന്ന രാജകുമാരി തന്റെ കിടക്കയ്ക്ക് സമീപം ഒന്ന് സ്പർശിച്ചു. അത്ഭുതം! അവിടെ അപ്പോൾ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങാനുള്ള തുരങ്കം പ്രത്യക്ഷപ്പെട്ടു. ആ 12 കുമാരിമാരും ഒന്നിനു പുറകെ ഒന്നായി ആ വഴിയിലൂടെ താഴേക്കിറങ്ങി. പട്ടാളക്കാരൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾ ഉടനെ മേലങ്കി അണിഞ്ഞ് അവരുടെ പിന്നാലെ നടന്നു. ഏറ്റവും ഇളയ രാജകുമാരിയുടെ പിറകിലായിരുന്നു അയാൾ നടന്നത്. പാതി വഴി ചെന്നപ്പോൾ ഏറ്റവും ചെറിയ ആ കുമാരിക്ക് ഒരു ഭയം തോന്നി. അതെ, ആരോ എന്നെ പിന്നാലെ നടക്കുന്നുണ്ട്. പേടിക്കണ്ട, ഇരുട്ടിൽ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പെട്ടെന്ന് വാ. നടന്നു തുടങ്ങിയ കുമാരിയുടെ വസ്ത്രത്തുമ്പിൽ അയാൾ ചെറുതായൊന്ന് ചവിട്ടി. കുമാരി ശരിക്കും ഭയന്നു. ആരോ എന്നെ വസ്ത്രത്തിൽ പിടിച്ച് വലിക്കുന്നു. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ആണിയോ മറ്റോ ആയിരിക്കും. അതെടുത്ത് മാറ്റി പിന്നാലെ വരൂ. ചെറുപുഞ്ചിരിയോടെ പട്ടാളക്കാരൻ അവരെ പിന്തുടർന്നു. അവർ മനോഹരമായൊരു പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. അവിടുത്തെ മരങ്ങളിൽ നിറയെ വെള്ളി കൊണ്ടുള്ള ഇലകളായിരുന്നു. പട്ടാളക്കാരൻ അവയിൽ ഒരു ഇല പിഴുതെടുക്കാൻ ഉറച്ചു, ഒരു തെളിവിനു വേണ്ടിയെന്നോണം. പക്ഷെ ഇല പിഴുതപ്പോൾ ഭയങ്കര ശബ്ദമുണ്ടായി. ഇളയ കുമാരി വീണ്ടും പേടിച്ചു. നീ ആ ശബ്ദം കേട്ടില്ലേ? അതെ, അത് സന്തോഷത്തിന്റെ വെടിയച്ചയാണ് കുമാരി. നമ്മളൊരു പുരുഷനെ കൂടി ഒഴിവാക്കിയില്ലേ? അവർ മറ്റൊരു പൂന്തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. അവിടെയുള്ള മരങ്ങളിൽ നിറയെ സ്വർണ്ണ ഇലകളായിരുന്നു. പട്ടാളക്കാരൻ അവയിൽ ഒരു ഇല പിഴുതെടുത്തു. അപ്പോഴും ആ വലിയ ശബ്ദമുണ്ടായി. ഇത്തവണയും മുതിർന്ന കുമാരി ഇളയവളെ പഴയതുപോലെ ഉപദേശിച്ചു. മുന്നോട്ടു പോയപ്പോൾ അവർ വശങ്ങളിൽ വജ്രങ്ങൾ പതിച്ച ഒരു നടവഴിയിലെത്തി. പട്ടാളക്കാരൻ അവിടെ നിന്നും ഒരു വജ്രക്കല്ല് പറിച്ചെടുത്തു. ഇളയ രാജകുമാരി അപ്പോഴും ആ ശബ്ദം കേട്ടു. അവർ വല്ലാതെ ഭയന്നു. അവിടെ 12 വഞ്ചികളിലേറിയ 12 രാജകുമാരന്മാർ അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഓരോ രാജകുമാരിയും കയറിയ വഞ്ചികൾ കുമാരന്മാർ തുഴഞ്ഞു നീക്കി. പട്ടാളക്കാരൻ കയറിയത് ഇളയ കുമാരിയുടെ വഞ്ചിയിലായിരുന്നു. ഓ രാജകുമാരി, ഇന്നെന്താ വള്ളത്തിന് പതിവില്ലാത്ത ഭാരം? ഞാനിത് തുഴയാൻ നന്നായി അധ്വാനിക്കേണ്ടി വരുന്നു. എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു ചൂട് പോലെ തോന്നുന്നു. വള്ളങ്ങൾ തടാകത്തിന്റെ മറുകരയിൽ എത്തിച്ചേർന്നു. അതിന്റെ കരയിൽ അതിമനോഹരമായൊരു കോട്ടയുണ്ടായിരുന്നു. അവരെല്ലാവരും കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിച്ചു. അദൃശ്യനായ പട്ടാളക്കാരനും ചെന്നു. എല്ലാവരും ഒരു നടുത്തളത്തിലെത്തി. ആനന്ദകരമായ സംഗീതമുയർന്നു. ആ 12 രാജകുമാരിമാരും ഓരോ കുമാരന്മാരോടൊപ്പം നൃത്തം ചെയ്യാൻ തുടങ്ങി. പുലർച്ചെ 3 മണിവരെ അവർ നൃത്തം ചെയ്തു. കുമാരിമാരുടെ പാദുകങ്ങളിൽ ചെറുദ്വാരങ്ങൾ വീണപ്പോൾ അവർ തിരിച്ചു പോവാൻ തീരുമാനിച്ചു. അവർ മറുകരയിലേക്ക് വഞ്ചി തുഴഞ്ഞു. മടക്കയാത്രയിൽ പട്ടാളക്കാരൻ കയറിയത് മുതിർന്ന കുമാരിയുടെ വഞ്ചിയിലായിരുന്നു. കുമാരിമാർ അവരുടെ മുറിയിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് പട്ടാളക്കാരൻ അവരുടെ മുന്നിൽ കടന്ന് തന്റെ കിടക്കയിൽ ഒന്നും അറിയാത്തതുപോലെ കിടന്നു. സ്വന്തം ശയനമുറിയിലെത്തിയ രാജകുമാരിമാർ പരസ്പരം പറഞ്ഞു, നമ്മൾ സുരക്ഷിതരാണ്. വേഗം വസ്ത്രം മാറി കിടന്നുറങ്ങാം. എന്റെ കൂടെ വരൂ. ഇതേ സംഗതി അടുത്ത 2 രാത്രികളിലും ആവർത്തിച്ചു. പട്ടാളക്കാരൻ അവരെ പിന്തുടരും. തെളിവിനായി സ്വർണവും വജ്രക്കല്ലുകളും ശേഖരിക്കും. അവർക്ക് മുമ്പേ സ്വന്തം കിടക്കയിൽ ചെന്ന് കിടക്കും. 3 ദിവസങ്ങൾക്ക് ശേഷം രാജാവ് പട്ടാളക്കാരനെ തന്റെ സന്നിധിയിലേക്ക് വിളിപ്പിച്ചു. മഹാരാജാവേ, രാത്രികളിൽ കുമാരിമാർ അവരുടെ കിടപ്പറയിലെ തുരങ്കം വഴി പുറത്തു പോകും. രാജനഗരിക്കടിയിൽ ഒരു കോട്ടയുണ്ട്. തുടർന്ന് അയാൾ ഉണ്ടായതെല്ലാം രാജാവിനോട് വിവരിച്ചു. രാജാവ് രാജകുമാരിമാരെ നോക്കി. അവർ വലിയ കർട്ടന് പിന്നിൽ മറഞ്ഞു നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം സത്യമാണോ? എന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട് മഹാരാജൻ. പട്ടാളക്കാരൻ താൻ സൂക്ഷിച്ച സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇലകളും വജ്രക്കല്ലുകളും രാജാവിനെ കാണിച്ചു. രാജകുമാരിമാർക്ക് അതെല്ലാം അംഗീകരിക്കേണ്ടി വന്നു. ചെയ്ത കാര്യങ്ങളെല്ലാം അവർ ഏറ്റുപറഞ്ഞു. രാജാവിനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അദ്ദേഹം പട്ടാളക്കാരനെ അഭിനന്ദിച്ചു. എന്റെ മക്കളിൽ ആരെയാണ് താങ്കൾ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ അത്രയ്ക്ക് ചെറുപ്പമൊന്നുമല്ല. അതിനാൽ എനിക്ക് താങ്കളുടെ മൂത്ത മകളെ വിവാഹം ചെയ്താൽ മതി. രാജാവ് ഒട്ടും വൈകാതെ തന്റെ ഭടന്മാർക്ക് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ആജ്ഞ കൊടുത്തു. അന്നു തന്നെ ആ ചടങ്ങ് നടത്തുവാനും തീരുമാനിച്ചു. എന്റെ മരുമകനായിരിക്കും എന്റെ മരണശേഷം ഈ രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഒരുപാട് കാലം അവരെല്ലാവരും അവിടെ സന്തോഷത്തോടെ ജീവിച്ചു.